വചനം 13. വാക്കർത്ഥം. ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്. فإذا نفخ في الصور نفخة واحدة, എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14. വാക്കർത്ഥം. വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും, അൽ അർദു, ഭൂമി, വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും, ഫദുക്കത്ത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ, ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ. وحملت الأرض والجبال فدكتا دكة واحدة, ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15. വാക്കർത്ഥം. ഫയൗമഇദിൻ, അപ്പോൾ ആ ദിവസം, വഖഅതി, സംഭവിക്കുകയായി, അൽ വാഖിഅ, ആ സംഭവം. فيومئذ وقعت الواقعة, അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16. വാക്കർത്ഥം. വൻഷക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും, അസ്സമാഉ, ആകാശം, ഫഹിയ, എന്നിട്ടത്, യൗമഇദിൻ, അന്നത്തെ ദിവസം, വാഹിയ, ദുർബലമായതായിരിക്കും. وانشقت السماء فهي يومئذ واهية, ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, എന്നിട്ടത് അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17. വാക്കർത്ഥം. വൽ മലക്കു, മലക്കുകൾ, അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും, വയഹ്മിലു, വഹിക്കുന്നതാണ്, അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്, ഫൗഖഹും, അവരുടെ മീതെ, യൗമഇദിൻ, ആ ദിവസം, സമാനിയ, 8 കൂട്ടർ, 8 ആൾ. والملك على أرجائها ويحمل عرش ربك فوقهم يومئذ 8. മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ്, അഥവാ സിംഹാസനം, അന്ന് അവരുടെ മീതെയായി 8 കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം. യൗമഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും, ലാ തഖ്ഫ, മറഞ്ഞു പോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല, മിൻകും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും. يومئذ تعرضون لا تخفى منكم خافية, അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ്, അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം. ആദ്യത്തെ വചനങ്ങളിൽ
ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജ്റിൽ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലക്കു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് 8 കൂട്ടരായിരിക്കും എന്നു പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. 8 കൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം 8 മലക്കുകൾ എന്നാണെന്നും അതല്ല 8 സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസ്രഷ്ടാവായ അല്ലാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർശിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല. നമുക്കതിനുള്ള കഴിവുമില്ല.